പ്രവാസ ലോകത്തെ ആസ്വാദകരും ഏറെ മാറിയിരിക്കുന്നു. ഗൗരവപൂർണമായതും അതോടൊപ്പം വേറിട്ടതുമായ എന്തിനേയും ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ അവർ തയ്യാറാണ്. മീഡിയ വണ്ണും അസറ്റ് ഹോംസും ദുബൈയിലൊരുക്കിയ മെഹ്ഫിൽ രാവിന് ലഭിച്ച ജനപ്രീതി ഇതാണ് തെളിയിക്കുന്നത്. ഭാവങ്ങളുടെ ആത്മാംശം അലിഞ്ഞു ചേർന്നതാണ് ഗസലുകൾ. മനസ്സുകളെ ആഴത്തിൽ സ്പർശിക്കുന്ന പ്രണയം, വിരഹം, സൗഹൃദം എന്നീ ഭാവങ്ങൾ ആസ്വാദകരെ മറ്റൊരു ലോകത്തേക്ക് നയിക്കുന്നിടത്ത് ഓരോ ഗസലും വലിയ അനുഭവമായി മാറുന്നു. വ്യത്യസ്ത സ്വരധാരകളുടെ അപൂർവ സമന്വയം കൂടിയാകുന്നതോടെ ഗസൽ വിശാല തലങ്ങളിലേക്ക് പരന്നൊഴുകുകയായി. ആസ്വാദനത്തിന്റെ മറ്റൊരു വിധാനവും അതോടെ സൃഷ്ടിക്കപ്പെടും. വേറിട്ട അനുഭവ ലോകത്തേക്ക് പ്രവാസി ആസ്വാദകരെ കൊണ്ടുപോകാൻ കഴിഞ്ഞിടത്താണ് മീഡിയ വൺ അസറ്റ് ഹോംസ് മെഹ്ഫിൽ രാവിന്റെ വിജയം. ദുബൈ അൽബുസ്താൻ റൊട്ടാന ഹോട്ടലിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിന് അവിസ്മരണീയ രാവായി അത് മാറി. മീഡിയ വൺ ചാനലിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഖയാൽ പരിപാടിയുടെ ആദ്യ സ്റ്റേജ് ഷോയാണ് മെഹ്ഫിൽ രാവ്. ഗസലിന്റെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ എല്ലാ ഭാവങ്ങളെയും ആ ഒരൊറ്റ ഷോയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. എനിക്ക് തോന്നുന്നില്ല ഇനി ഇത്തരം ഒരു സന്ധ്യ ആർക്കെങ്കിലും സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന്. അതൊരുപക്ഷെ മീഡിയ വണ്ണിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. കാരണം ഖയാലിൻ്റെ ഒരു എക്സ്റ്റൻഷനായിരുന്നു ഈ ഷോ. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഖയാൽ കേട്ട മനുഷ്യർ, അത് സംഘടിപ്പിച്ച ആളുകൾ എല്ലാവരെയും കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നമായിരുന്നു ദുബായിൽ നടന്ന അൽബുസ്താൻ ഹോട്ടലിൽ നടന്ന ആ ഗസൽ സന്ധ്യ. ഗസൽ തമ്പുരാക്കന്മാരുടെ സ്വരമുദ്ര പതിഞ്ഞ ഗാനങ്ങളുടെ പ്രവാഹമായിരുന്നു മെഹ്ഫിലിന്റെ ആദ്യഘട്ടം. മെഹദി ഹസൻ, ഗുലാം അലി, ജഗജിത് സിംഗ്, ലതാ മങ്കേഷ്കർ, ബീഗം അക്തർ, ആബിദ പർവീൻ, ഹരിഹരൻ തുടങ്ങി ഗസൽ മേഖലയിലെ അതികായരുടെ ശ്രദ്ധേയ ഗാനങ്ങളിൽ ചാലിച്ച പ്രണയവും വിരഹവും സൗഹൃദവുമെല്ലാം ഇളം തെന്നലായി സദസ്സിൽ പരന്നൊഴുകി. വേദിയിൽ KS ചിത്ര, ഉമ്പായി, റൂണ റിസ്വി, ഗായത്രി, വീദ്രാഗ്, രഞ്ജിനി ജോസ്, ജിതേഷ് സുന്ദരം എന്നിവർ മനം നിറഞ്ഞു പാടി. ഉത്തരേന്ത്യൻ പ്രഗത്ഭരാണ് തബല ഉൾപ്പെടെ സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്തത്. നടി കാവ്യ മാധവൻ ഗസൽ വരികൾ ആലപിച്ചാണ് മെഹ്ഫിൽ രാവിനോട് ചേർന്ന് നിന്നത്. ദുബായിൽ നടക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗാനസന്ധ്യയായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് മീഡിയ വൺ അവതരിപ്പിച്ച പ്രോഗ്രാം. വളരെ സംഗീത സാന്ദ്രമായ ഗസലിൻ്റെ എല്ലാ അർത്ഥതലങ്ങളിലേക്കും മനസ്സിനെ കൊണ്ടുപോകുന്ന ഒരു സംഗീത സായനമായിരുന്നു യഥാർത്ഥത്തിൽ നമ്മളുണ്ടായത്. അവിടെ പങ്കെടുക്കാനെത്തിയ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനെത്തിയ മുഴുവൻ കുടുംബങ്ങളും അത് വളരെയധികം ആസ്വദിക്കുകയും അതിൽ വളരെ ഇൻവോൾവായിട്ട് പങ്കെടുക്കുകയും ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. प्यार भरे दो शर्मीले हैं, प्यार भरे दो शर्मीले हैं, जिनसे मिला मेरे दिल को छे. ഉമ്പായിയുടെ ഗാനാലാപനത്തോടെയായിരുന്നു മെഹ്ഫിലിന്റെ തുടക്കം. പിന്നീട് ചിത്രയും റൂണയും വീദ്രാഗും ജിതേഷും ഗായത്രിയും രഞ്ജിനി ജോസും മാറി മാറി സദസ്സിനെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മീഡിയ വൺ പ്രോഗ്രാം മേധാവി ഷിബു ചക്രവർത്തിയാണ് മെഹ്ഫിൽ അണിയിച്ചൊരുക്കിയത്. ഗസൽ നാദധാരയിലൂടെ ആസ്വാദക ഹൃദയങ്ങളിൽ സ്വാധീനമുറപ്പിച്ച 7 പ്രതിഭകളുടെ സാന്നിധ്യം, ഗസൽ മേഖലയിൽ അതികായരായ 7 പേരുടെ മികച്ച ഗാനങ്ങളിലൂടെയുള്ള സഞ്ചാരം, ഗസൽ ചക്രവർത്തി പങ്കജ് ഉദാസിന്റെ വീഡിയോ സന്ദേശം, അങ്ങനെ പലതുകൊണ്ടും ദുബൈ നഗരത്തിന് ഏറെ പുതുമ നിറഞ്ഞ ഒന്നായി മാറുകയായിരുന്നു മെഹ്ഫിൽ. യേ ദോലത് ഭി ലേലോ, പൂൽ ഹേ ചാന്ദ് ഹേ ക്യാ ലഗ്ദാ ഹേ, രാത് ഭി നീന്ദ് ഭി ഉൾപ്പെടെ ആസ്വാദക മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഇരടികൾ പ്രമുഖ ഗസൽ ഗായകരിലൂടെ പെയ്തിറങ്ങുകയായിരുന്നു മെഹ്ഫിൽ വേദിയിൽ.
നിർമ്മാണ മേഖലയിൽ പേരുകേട്ട അസറ്റ് ഹോംസുമായി ചേർന്നാണ് മീഡിയ വൺ UAE ആസ്വാദകർക്ക് വേണ്ടി വേറിട്ട സംരംഭം ആവിഷ്കരിച്ചത്. ഷാർജ സർവകലാശാല വൈസ് ചാൻസലർ മാജിദ് മുഹമ്മദ് അൽജർവാൻ ഉദ്ഘാടനം നിർവഹിച്ചു. പാട്ടും ഡാൻസും ഒന്നും ഇല്ലാതെ ഒരു സ്റ്റേജ് ചെയ്യാമെന്ന് പലരും ചിന്തിക്കാറില്ല. എന്നും ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് പാട്ടുകൾ, സിനിമാറ്റിക് ഡാൻസ്, ഈ കോൺസെപ്റ്റ് പൊളിച്ചതും മീഡിയ വൺ തന്നെയാണ് പ്രവാസോത്സവത്തിലൂടെ. ആ ശീലമാണ് ഇപ്പോഴും നമ്മൾ തുടരുന്നത്. നമുക്ക് സാധിക്കും. വ്യത്യസ്തമായ പ്രോഗ്രാമുകളും വ്യത്യസ്തമായ അഭിരുചി വളർത്തിയെടുക്കേണ്ടത് ഈ കാലത്തിൻ്റെ തന്നെ ആവശ്യമാണ്. മീഡിയ വൺ MD ഡോക്ടർ അബ്ദുസലാം അഹമ്മദും അസറ്റ് ഹോംസ് MD വി സുനിൽകുമാറും അതിഥികളെ സ്വാഗതം ചെയ്തു. എറണാകുളം ഉൾപ്പെടെ കേരളത്തിലെ 7 ജില്ലകളിൽ അസറ്റ് ഹോംസിന്റെ പുതിയ സംരംഭങ്ങളുടെ വിളംബരം ചടങ്ങിൽ നടന്നു. ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസ്, DM ഹെൽത്ത് കെയർ മേധാവി ഡോക്ടർ ആസാദ് മൂപ്പൻ, ജോയി ആലുക്കാസ് മേധാവി ജോയി ആലുക്ക, കല്യാൺ സിൽക്സ് മേധാവി പട്ടാഭിരാമൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. അതിൽ പങ്കെടുക്കാനെത്തിയ ഏകദേശം 1000-ഓളം വരുന്ന പ്രവാസി മലയാളികളുടെ പ്രതികരണവും ഞങ്ങളുടെ തീരുമാനം ശരിയാണ് എന്ന് വഹിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. പ്രോഗ്രാമിൽ പങ്കെടുത്ത് മടങ്ങിയ വ്യക്തികൾ അസറ്റ് ഹോംസിൻ്റെ പ്രോജക്റ്റുകളിൽ താല്പര്യം പ്രകടിപ്പിച്ചതിനേക്കാൾ ഉപരിയായി ആ പ്രോഗ്രാം അപ്രകാരം സൃഷ്ടിക്കാനെടുത്ത തീരുമാനത്തെ കൂടി ശ്ലാഘിക്കുന്ന ഒരവസ്ഥ വിശേഷമാണ് ഉണ്ടായിരുന്നത്. 7 നഗരങ്ങളിലായി 7 പുതിയ പാർപ്പിട പദ്ധതികൾക്കാണ് അസറ്റ് ഹോംസ് ഒക്ടോബർ 31 അൽബുസ്ഥാൻ ഒട്ടാനിൽ വെച്ച് പ്രഖ്യാപനം നടത്തിയത്. ടെലിവിഷൻ സ്ക്രീനിൽ ഖയാൽ രൂപപ്പെടുത്തിയ പുതുവഴി സ്റ്റേജ് ഷോയിലും സ്വീകാര്യത തേടുന്നതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു മെഹ്ഫിലിനെത്തിയ കുടുംബ സദസ്സ്. പ്രവാസ ലോകത്തിന് നല്ലൊരു ബദൽ രാവ് അതുതന്നെയായിരുന്നു മീഡിയ വൺ അസറ്റ് ഹോംസ് മെഹ്ഫിൽ സമ്മാനിച്ചതെന്ന് എല്ലാം കൊണ്ടും ഉറപ്പിച്ചു പറയാം. सावन बीता